ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. ആ സ്നേഹത്തെ അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളയുന്നതിനെയാണ് ന്യായവിധി എന്ന് പറയുന്നത്. ദൈവം എന്തുകൊണ്ട് തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു? എന്തുകൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് സകലത്തിലും മാതൃക കാണിച്ചു തന്നു? എന്തിനു വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്? ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വെളിച്ചത്തിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും. യേശു പറഞ്ഞു, ഞാനാണ് വെളിച്ചം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നില്ലെന്നില്ല. അപ്പോൾ വെളിച്ചമാകുന്ന, സത്യമാകുന്ന, ജീവനാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് വന്നിട്ടും തൻ്റെ ഹിതത്തെ വെളിപ്പെടുത്തിയിട്ടും അതിനെ തിരിച്ചറിയുവാൻ അവസരം തന്നിട്ടും അതിനെ മനഃപൂർവ്വം തള്ളിക്കളയുന്നതിനെയാണ് ന്യായവിധി എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് അവർ ഈ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദൈവ സ്നേഹത്തിലേക്ക് വരാത്തത് എന്നുള്ള കാര്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അപ്പോൾ തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. കാരണം ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളെ നീക്കിക്കളയേണ്ടതായിട്ട് വരും എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടേതായിട്ട് ഇഷ്ടങ്ങളൊക്കെ നീക്കി വയ്ക്കേണ്ടതായിട്ട് വരുമെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അവനെ അത് വെളിച്ചത്തിലേക്ക് വരുന്നതിനേക്കാൾ അവൻ ഇരുളിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവജനം പറയാണ്, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തിലേക്ക് വന്ന് വെളിച്ചത്തിൽ നടന്ന് വെളിച്ചങ്ങളുടെ ഉടയവനായ ദൈവത്തിൻ്റെ ആ തേജസ്സിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. മറിച്ച് വെളിച്ചത്തിലേക്ക് വരാതെ ഇരുളിനെ സ്നേഹിച്ച് ഇരുളിൽ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവസന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കാര്യവിചാരകത്തിൻ്റെ കണക്കേൽപ്പിച്ചു കൊടുക്കണം. പല ആളുകളും വിശ്വസിക്കുന്നത് ദൈവമൊന്നുമില്ല, ന്യായവിധിയില്ല, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നടക്കുക, തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവർ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാത്തിനും കണക്ക് കൊടുക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കണം. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യനായി പിറന്ന് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇതാകുന്നു സുപ്രസാദ സമയം, ഇതാണ് രക്ഷാ ദിവസം. ഇന്ന് നമ്മളുടെ മനസ്സിനെ പുതുക്കിയാൽ, വെളിച്ചത്തിലേക്ക് വന്നാൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഉള്ളത്തിൽ പകരണം. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് എന്നെ സഹായിക്കണം. ദൈവവചനത്തോടുള്ള വലിയ ദാഹത്താൽ ഓരോ മക്കളെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ കയ്യിലാപ്പെടാതെ കാക്കണമേ. സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണം. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കണമേ. അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.